is our final day in Hampi and I will be sharing through this video the expenses we had here for the last 3 days. ഇന്നാണ് സത്യം പറഞ്ഞാൽ ഈ പുറമൊക്കെ ഒന്ന് കാണണേ, എന്ന് വെച്ചാൽ മോർണിംഗ് കാണണേ. ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നമ്മുടെ ഹോം സ്റ്റേയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പെർ ഹെഡ് 50 രൂപ ആയുള്ളൂ. ഒരുപാട് ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ദ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ ഇൻ ഹംപി. ഈ ആനന്ദം മൂവിയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പോയ സമയത്ത് പക്ഷേ ഫുൾ വെള്ളവും ചളിയും ഒക്കെ ആയിട്ട് പോരാത്തതിന് നല്ല സ്മെല്ലും ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഈ ഭാഗത്തു കൂടെ പോയപ്പോൾ അവിടെ ഒരാളുണ്ട് ഈ വെള്ളത്തിൽ കൈയും കാലും ഒക്കെ കഴുകണം. ഇവിടെ വൃത്തിയാക്കാൻ വന്ന ആളായിരിക്കണം. ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇങ്ങനെ ചുറ്റി നടന്ന്. മീൻവൈൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് മണി. ഫസ്റ്റ് ഡേ ഫുഡിന് മാത്രം ഞങ്ങൾക്ക് ചിലവായത് 592 റുപ്പീസാണ്. പക്ഷെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കുറയ്ക്കാം കേട്ടോ. ഞങ്ങൾ കുറച്ച് ലാവിഷ് ആയതുകൊണ്ടാണ് ഇത്ര ആയത്. പിന്നെ ഇടയ്ക്ക് കരിക്ക് കുടിച്ചു, കരിക്കിന് 40 രൂപ. പിന്നെ ഒരു നിംക കുടിച്ചു, ബിന്ദു കുടിച്ചു, ജീരക സോഡ, പിന്നെ കുറേ സ്നാക്സ് കഴിച്ചു. അങ്ങനെയാണ് ഇത്രയും കാശായത്. ഫോർ ട്രാവൽ ആക്ച്വലി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൂമിലേക്ക് ഒരു ഓട്ടോയിൽ പോയി. ഞങ്ങൾക്കൊരു 9 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഓട്ടോയ്ക്ക്. അതിന് 300 രൂപയാണ് ആയത്. അത് കഴിഞ്ഞ് പിന്നെ സൈക്കിൾ റെൻറ്റിന് എടുത്തുമല്ലോ. സൈക്കിളിന് പെർ ഹെഡ് 200 രൂപയായി. ഇത് സീസൺ അനുസരിച്ച് മാറും കേട്ടോ. മീൻവൈൽ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. ഇതാണ് സനാന എൻക്ലോഷർ. സനാന എൻക്ലോഷർ വിജയനഗര എംപയറിലെ റോയൽ ലേഡീസിന് വേണ്ടിയിട്ട് സ്കെഡ്യൂൾ ചെയ്ത പ്ലേസാണ്. ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ള ലോട്ടസ് ടെമ്പിൾ, എലിഫൻറ്റ് സ്റ്റേബിൾസ്, ബേസ്മെൻറ്റ് ഓഫ് ക്യൂൻസ് പാലസ് ഇതൊക്കെ ഉള്ളത്. ഇവിടെ ടിക്കറ്റ് പ്രൈസ് ഉണ്ട്. പെർ ഹെഡ് വരുന്നത് 35 റുപ്പീസാണ്. അവിടെ ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് നമ്മൾ തന്നെ ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ 35 റുപ്പീസ്, അല്ലെങ്കിൽ 40 റുപ്പീസാണ്. നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞങ്ങൾ QR കോഡ് സ്കാൻ ചെയ്താട്ടോ ടിക്കറ്റ് എടുത്തത്. നേരത്തെ നിങ്ങൾ കണ്ടതാണ് ബേസ്മെൻറ്റ് ഓഫ് ക്യൂൻസ് പാലസ്. ദിസ് ഈസ് ലോട്ടസ് മഹാൽ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള 2 സ്ഥലമാണ് എലിഫൻറ്റ് സ്റ്റേബിൾസും പിന്നെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതും വാച്ച് ടവർ അടച്ചിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികമൊന്നും കാണാൻ പറ്റിയില്ല. എലിഫൻറ്റ് സ്റ്റേബിൾസ് വാസ് ബ്യൂട്ടിഫുൾ. ഞങ്ങളിങ്ങനെ ആനയൊക്കെ നിൽക്കുന്നത് സങ്കല്പിച്ച് ഒക്കെ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. മീൻവൈൽ നമുക്ക് സെക്കൻഡ് ഡേ എക്സ്പെൻസിനെ പറ്റി സംസാരിക്കാം. സെക്കൻഡ് ഡേ ഇറ്റ് വാസ് ബീൻ എ ലോങ് ഡേ. രാവിലെ 4:30 ഞങ്ങൾ ഓട്ടോയിൽ കയറിയതാണ്. എന്നിട്ട് രാത്രി ഒരു 8 മണിക്ക് ആൾ ഫുഡ് കഴിക്കാൻ ഡ്രോപ്പ് ചെയ്തു. അതുവരെ പോയതാണ്. സോ അന്ന് പെർ ഡേ 1800 രൂപയായി ഓട്ടോയ്ക്ക്. ഞങ്ങൾ 4 പേരായതുകൊണ്ട് പെർ ഹെഡ് 450 രൂപയാണ് വന്നത്. മൊത്തത്തിൽ ഫുഡിന് അന്നായത് 777 രൂപയാണ്. ലഞ്ച് 330 രൂപ, ഡിന്നർ 164 രൂപ, അങ്ങനെയൊക്കെ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ 50 രൂപയായുള്ളൂ. ഞങ്ങളെന്താ ദോശയൊക്കെ കഴിച്ചെല്ലാവരും. സ്നാക്സ് കഴിച്ചതും ഒക്കെ കുറവാണ്, പക്ഷേ ഞങ്ങൾ കഴിച്ച സമയത്ത് നല്ല ഹെവി ആയിട്ട് കഴിച്ചു. അതാണ്ടായത് ഇന്നത്തെ ദിവസം. ദിസ് ഈസ് എലിഫൻറ്റ് സ്റ്റേബിൾസ്. എലിഫൻറ്റ് സ്റ്റേബിൾസ് ഇവിടെ നീളത്തിൽ കിടക്കുകയാണ്. അതിൻ്റെ നടുക്കിൽ മെയിൻ ആനയ്ക്ക് നിൽക്കാനുള്ള സ്ഥലവും അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ അത്ര മെയിനല്ലാത്ത 2 ആനയൊക്കെ നിൽക്കാനുള്ള സ്ഥലവും ബാക്കി ഫുൾ ഒരേ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഒരേ ഷേപ്പാണെങ്കിൽ ഉള്ളത്തെ കൊത്തുപണികളിലൊക്കെ ഉണ്ടല്ലോ, നല്ല ഡിഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നന്നായിട്ട് കാണാം എലിഫൻറ്റ് സ്റ്റേബിൾസ്. സോ പണ്ട് ഇങ്ങനെ ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ വാച്ച് ചെയ്തിട്ടുണ്ടാവുക ആൾക്കാർ. കണ്ടോ, വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഇവിടെ നിന്നാണ് ശരിക്കും വ്യൂ ആസ്വദിക്കാൻ പറ്റുന്നത്. ബിഫോർ ലഞ്ച് ഇനി കുറച്ചധികം ഡെസ്റ്റിനേഷൻസും കൂടെ കവർ ചെയ്യാനുണ്ട്. ഇതാണ് ഹസാര രാമ ടെമ്പിൾ. ഇത് നമ്മൾ സനാന എൻക്ലോഷറിൻ്റെ ജസ്റ്റ് അടുത്ത് തന്നെയാണ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ പില്ലേഴ്സാണ് എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത്. ഇതുവരെ അങ്ങനത്തെ പില്ലേഴ്സ് ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു മാർബിളിലാണ് തോന്നുന്നു കുത്തുപണിയൊക്കെ ചെയ്ത് വെച്ചിട്ട്. അത് നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇവിടെയും കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. എല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. ഇവിടെ കുറേ കൊത്തുപണികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലേസ്, റോയൽ എൻക്ലോഷർ. ഇവിടെ എത്തിയപ്പോഴേക്ക് ആകെ വയ്യാണ്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം നടക്കുമായിരുന്നല്ലോ.
And this was our final destination before the lunch. That's why we were very excited to explore these places. എന്തല്ലേ കുളിക്കാൻ വേണ്ടി മാത്രം എന്ത് സെറ്റപ്പാണ് നോക്കണേ അന്തകാലം. ഇന്നും ഞങ്ങളുടെ ലഞ്ച് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മാംഗോ ട്രീ ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ടൊരു ബനാന ഓപ്പൈ അങ്ങനെ എന്തോ തന്നെ പേര്. അത് എത്രയോ നല്ല കാശുണ്ട്, പക്ഷെ അതിന് വെർത്തിട്ടല്ല ഗൈസ്. തേർഡ് ഡേ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ പെർ ഹെഡ് ഒരാൾക്ക് 275 രൂപയാണ് ട്രാൻസ്പോർട്ടേഷനായത്. അതുപോലെ ഫുഡിനായത് 650 രൂപ. മൊത്തം ബാംഗ്ലൂർ, ഹംപി ഒക്കെ കൂടെ പോയി വന്നപ്പോൾ അറൗണ്ട് 12K പൊട്ടിയിട്ടോ. അതിലൊരു 3K ഒക്കെ ഷോപ്പിംഗ് ആയിരിക്കും. ബാക്കി മാത്രമേ ഉള്ളൂ ഫുഡ്, റൂം ഒക്കെ ആയിട്ട് പോയിട്ട്. നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ ഒക്കെ കൂടെ പോവുകയാണെങ്കിൽ ഇത്രയൊക്കെ ആവുള്ളൂ തോന്നുന്നു. സോളോ ആയിട്ട് പോകുമ്പോൾ ഇതിനേക്കാളും പൊട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വണ്ടിയൊക്കെ എടുത്തല്ലേ പോണേ. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ പോയത് മ്യൂസിയത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡാമുണ്ട് അവിടെയും പോയി കഴിഞ്ഞ് നേരെ തിരിച്ചു പോകാനുള്ള റിയലൈസേഷനിൽ.